വിഘ്നേഷ് ശിവൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത, നയൻതാര പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പ്രദീപ് രംഗനാഥൻ, എസ് സൂര്യ, കൃതി ഷെട്ടി, ഗൗരി കിഷാൻ, യോഗി ബാബു തുടങ്ങിയ ഒരു വലിയ താരനിരയുമായി റിലീസായിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ലൈക്ക് LIK. ഈ സിനിമയ്ക്ക് വേണ്ടി ക്യാമറ ചലിപ്പിച്ചിരിക്കുന്നത് രവിവർമ്മനാണ്. എഡിറ്റഡ് ബൈ പ്രദീപ് രാഘവാണ്. മ്യൂസിക് അനിരുദ്ധ് രവിചന്ദ്രാണ്. മൊത്തത്തിൽ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു എന്നോട് ചോദിച്ചാൽ എനിക്ക് വർക്കായിട്ടില്ല. ഇത് സ്ഥിരം പരിപാടി തന്നെയാണ്. അതായത് ഒരു 10 കൊല്ലമോ 20 കൊല്ലം മുമ്പ് ഇറങ്ങിയിട്ടുള്ള അതേ കഥ തന്നെ 2040 സംഭവിക്കും എന്ന് പറയുന്ന പോലത്തെ ഒരു പ്രഡിക്ഷനായിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ സിനിമ എടുക്കാം. എന്താണ് സാർ, തമിഴ് സിനിമകളിലെ ഒരു സ്ഥിരം പരിപാടി ഉണ്ടല്ലോ, കറുത്ത പയ്യന് വെള്ളപ്പൊണ്ണിനെ കാണുമ്പോൾ അയ്യോ ഫസ്റ്റ് ലവ് വന്നിടിച്ചേ എന്ന് പറയുന്നത് പോലത്തെ അതേ പാറ്റേണിൽ പോകുന്ന ഒരു നായകൻ നായിക കഥ. ഇവിടെ പ്രദീപ് രംഗനാഥനാണ് ആ ക്യാരക്ടർ ചെയ്തിട്ടുള്ളത്. പുള്ളിക്ക് കൃതി ഷെട്ടി കാണുമ്പോൾ ഉടനെ തന്നെ അയ്യോ എന്ന് പറഞ്ഞ് ഹാർട്ട് അറ്റാക്ക് വന്ന് വീഴാൻ പാകത്തിനുള്ള ഫുൾ മേക്കപ്പ് ചെയ്ത് ഫിൽറ്റർ ചെയ്ത് അങ്ങനെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുള്ള ആളെ കാണുമ്പോൾ തന്നെ നായകന് കട്ടയ്ക്ക് അങ്ങ് പ്രണയം വരികയാണ്. ആളുടെ പേരറിയില്ല, ഊരറിയില്ല, മൊബൈൽ നമ്പർ അറിയില്ല, സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ എവിടെയും കണ്ടിട്ടില്ല, ഒന്നുമില്ല. കണ്ടു ഹാർട്ട് അറ്റാക്ക് ഒന്നും എനിക്ക് ഇവിടെ പ്രേമിച്ചേ പറ്റും. അത് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ, ഒരു കോർപ്പറേറ്റ് കമ്പനിയുമായി നമ്മുടെ നായകൻ നേരിട്ടിടിച്ച് നിൽക്കുകയാണ്. ഈ കോർപ്പറേറ്റ് മുതലാളി, അതായത് കൊക്കോടീശ്വരന്മാരായിട്ടുള്ള അവരെയൊക്കെ സംബന്ധിച്ച് വേണമെങ്കിൽ 2 ഗുണ്ടകൾക്ക് കൊട്ടേഷൻ കൊടുത്ത് ഇവനങ്ങ് തട്ടിക്കളഞ്ഞിട്ട് ആ കേസിന് വേണമെങ്കിൽ പോലീസുകാർക്ക് ഒരു പ്രതിയെ കൂടി കൊടുത്ത് അല്ലെങ്കിൽ നല്ലൊരു വക്കീലിനെ വെച്ച് കേസ് വാദിച്ച് ജയിച്ച് അങ്ങനെ പോയിക്കിട്ടേ ഇരിക്കാം എന്ന് പറയുന്ന പോലത്തെ ഒരു സിറ്റുവേഷനാണ്. പക്ഷേ ഈ മൾട്ടിനാഷണൽ കമ്പനിയുടെ ഈ കൊക്കോടീശ്വരനായിട്ടുള്ള മുതലാളി നേരിട്ട് നായകനുമായി ബെറ്റ് വെക്കുന്നു. നമ്മളിത് സാധാരണ വിജയ് സിനിമകളിലൊക്കെ കാണുന്ന പരിപാടിയാണ്. ആ സംഭവം തന്നെ ഇവിടെ നായകൻ ചെയ്യുന്നു. നായകൻ ഒരു നാടിനെയോ കുറേ നാട്ടുകാരെയോ ഒക്കെ രക്ഷിക്കാന്ന് പറയില്ല, ഇവിടെ ഒരു ഫുൾ ജനറേഷനെ തന്നെ രക്ഷിക്കുന്നു എന്ന് പറയുന്ന പോലത്തെ പരിപാടി. ഇത് രണ്ടും കൂടി ഒരുമിച്ചൊരു സിനിമയിൽ കൊണ്ടുവന്നാൽ എന്ത് സംഭവിക്കുമോ അതാണ് ഈ സിനിമയിൽ കാണുന്നത്. പ്രത്യേകിച്ച് അങ്ങനെ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി ഒന്നും തന്നെ തോന്നിയില്ല. നമ്മളിങ്ങനെ ഇരുന്ന് കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. സിനിമ ഫുള്ള് ബ്രൈറ്റ് കേട്ടോ, നല്ല ബ്രൈറ്റ് ലൈറ്റിൽ അങ്ങനെ പോകുന്നു. പിങ്ക് കളർ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ആ ഒരു പാറ്റേണിലൊക്കെയാണ്. അതായത് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നത് പോലെ ഒരു സബ്ജക്റ്റ് ഉണ്ടാകും, ആ സബ്ജക്റ്റ് മാക്സിമം എടുത്ത് നിൽക്കുന്ന പോലെ ബാക്ക്ഗ്രൗണ്ടൊക്കെ മാക്സിമം ബ്ലറാക്കിയിട്ട്, അതായത് ക്യാമറയിൽ ലെൻസിൽ കിട്ടുന്ന ബ്ലറൊന്നും പോരാഞ്ഞ് എക്സ്ട്രാ ഒക്കെ കൂടി ഇട്ട് അങ്ങനെ പതപ്പിച്ച് വെച്ചിരിക്കുന്ന ഫ്രെയിമുകളുള്ള ഒരു സിനിമ. പിന്നെ ആ കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ, അതായത് ഇവിടുന്ന് കുറച്ച് വർഷങ്ങളും കൂടിയല്ലേ ഉള്ളൂ, അപ്പോഴേക്കും നമ്മൾ റോബോട്ടുകളൊക്കെ എടുത്തു വെച്ച് ഡീൽ ചെയ്യുന്ന അങ്ങനത്തെ ഒരു സെറ്റപ്പിലേക്കൊക്കെ മാറുന്ന അങ്ങനെ ഒരു സുന്ദര സ്വപ്നമാണ് വിഘ്നേഷ് ശിവൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. പിന്നെ ഇതിനകത്തൊരു പ്രത്യേകതയുണ്ട്. ഈ LIK എന്ന് പറയുന്നത് ഒരു കമ്പനിയാണ്, ഡേറ്റിംഗ് ആപ്പൊക്കെ പോലത്തെ ഒരു കമ്പനി. ഈ കമ്പനിയുടെ മുതലാളി നമ്മുടെ SJ സൂര്യ, വില്ലൻ. ഇദ്ദേഹത്തിൻ്റെ കമ്പനിക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ആ സബ്സ്ക്രൈബർ കൗണ്ട് ഇങ്ങനെ എഴുതി കാണിക്കുന്നു, പേയ്മെൻറ്റിൻ്റെ കാര്യമൊന്നും പറയുന്നുമില്ല. പക്ഷേ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉള്ളപ്പോൾ തന്നെ അവർ ഇന്ത്യയിലെ നമ്പർ 1 കമ്പനിയായി മാറിക്കഴിഞ്ഞു ഗൈസ്. എനിക്ക് ആ നമ്പറും ഈ സബ്സ്ക്രിപ്ഷനും എല്ലാം കൂടി വെച്ചിട്ട് അങ്ങോട്ട് സെറ്റാവുന്നില്ല. ഇവർ ഈ കമ്പനിയുടെ ഭാഗമായിട്ട് കൊടുക്കുന്ന കാര്യങ്ങളും കൂടി പരിഗണിക്കുമ്പോൾ അത്രയും ടെക്കൊക്കെ കുറച്ച് ആളുകൾക്ക് ചുമ്മാ കൊടുത്തേക്കാണ്. അത് വെച്ച് ജീവിക്കുന്ന കുറേ ബുദ്ധിയില്ലാത്ത ആൾക്കാരൊക്കെ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു സ്ഥലമായിട്ട് തമിഴ്നാടിനെയൊക്കെ കാണിക്കുന്നു. അവിടെ ഫോറിനേഴ്സ് വന്ന് കുടക്കച്ചവടവും അച്ചാർ കച്ചവടമൊക്കെ നടത്തുന്ന അങ്ങനത്തെ പ്രത്യേകതരം സ്വപ്നങ്ങളൊക്കെയുള്ള വളരെ റിയലിസ്റ്റിക്കായി ഫ്യൂച്ചറിൽ സംഭവിക്കുമെന്ന് നമുക്ക് തോന്നിക്കുന്ന പോലത്തെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് മൊത്തത്തിൽ വർക്കായിട്ടില്ല ഗൈസ്. പക്ഷേ എനിക്ക് സിനിമയെക്കുറിച്ച് പറഞ്ഞ് കൊതി തീർന്നില്ല. അതുകൊണ്ട് ഇനി അങ്ങോട്ട് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളിൽ കുറച്ച് സ്പോയിലർ എലമെൻറ്റുകൾ ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പോയിലർ ഒന്നും വേണ്ട, എനിക്ക് മൊത്തത്തിലുള്ള അഭിപ്രായം അറിഞ്ഞാൽ മതിയെങ്കിൽ എനിക്കിതൊരു സ്ഥിരം ടിപ്പിക്കൽ ടെംപ്ലേറ്റ് സാധനത്തിന് കുറച്ച് ഫ്യൂച്ചറും ഇച്ചിരി റോബോട്ടും പിന്നെ AIയും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് എങ്ങും എത്താതെ പോയ സ്ഥിരം പടം എന്നുള്ളതിനപ്പുറത്തേക്ക് ഒന്നും തോന്നിയിട്ടില്ല. പക്ഷേ സിനിമ ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആണ്. ചിലപ്പോൾ ഈ സിനിമ നിങ്ങൾക്കൊരു ഗംഭീര എൻ്റർടൈനറായിട്ട് ഫീൽ ചെയ്തു എന്ന് വരും. അങ്ങനെ അഥവാ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. കാരണം സിനിമ ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആണ്. ഞാൻ പറയാൻ പോകുന്ന എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ആ കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടിയോ തീരുമാനമെടുക്കാൻ കാത്തിരിക്കുന്ന കുറേ ആളുകളുണ്ട്. അവർക്കതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ നിങ്ങളുടെ കമൻറ്റ്സ് രേഖപ്പെടുത്തുക. ഇനി പറയാൻ പോകുന്ന ഭാഗങ്ങളിൽ സ്പോയിലിംഗ് എലമെൻറ്റുകൾ ഉണ്ടാവും. സിനിമ തുടങ്ങുമ്പോൾ നമ്മൾ കാണുന്ന നമ്മുടെ നായകൻ, അതായത് എല്ലാവരും മൊബൈൽ ഫോൺ ഉപയോഗിച്ചേ ജീവിക്കാൻ പറ്റൂ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ്. കൊച്ചുകുട്ടികൾ കാർട്ടൂൺ കണ്ടാലേ ഭക്ഷണം കഴിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിരിക്കുകയല്ലേ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എല്ലാവരും മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ നായകൻ്റെ അച്ഛനൊരു പ്രത്യേകതയുണ്ട്. ഇങ്ങേരുടെ മോള് ഫോണിൽ നോക്കി റോഡ് ക്രോസ് ചെയ്ത് നടന്നപ്പോൾ മരിച്ചുപോയി. അതുകൊണ്ട് മൊബൈൽ ഫോൺ അപകടമാണ് എന്നാണ് ഇദ്ദേഹം ധരിച്ചു വെച്ചിരിക്കുന്നത്. എൻ്റെ പൊന്നു മനുഷ്യ, റോഡിലേക്ക് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ നടക്കുന്ന സമയത്ത് മൊത്തത്തിലൊന്ന് അവെയർ ആയിരിക്കണം എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ പുള്ളി മൊബൈൽ ഫോൺ ശാപമാണെന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരു ഓർഗാനിക് വില്ലേജ് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇതിനകത്ത് മൊബൈൽ ഫോണുകളില്ല, ഫുൾ ജാമറുകൾ വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അവിടെ കിളികളൊക്കെ ജീവിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് കുറേ ആൾക്കാർ അവരുടെ മക്കളെ മൊബൈൽ ഫോണിൽ നിന്ന് മാറ്റി വെക്കാൻ വേണ്ടിയിട്ടുള്ള അങ്ങനത്തെ കുറച്ച് ട്രെയിനിങ്ങുകൾക്കായിട്ട് വരുന്നു. പിന്നെ നാട്ടിൽ കുറ്റകൃത്യം ചെയ്യുന്ന ആളുകളെയൊക്കെ ഈ ഓർഗാനിക് വില്ലേജിലേക്ക് വിടും. മൊബൈൽ ഫോൺ ഇല്ലാതെ അവർ കുറച്ച് നാൾ ജീവിച്ച് കഴിയുമ്പോഴേക്കും അവർക്ക് അവരുടെ തെറ്റു മനസ്സിലാവും, അവർ തിരുത്തപ്പെടും എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു പ്രത്യേകതരം മുട്ടോപ്പി
യൂറോപ്യൻ പരിപാടി. പിന്നെ തമിഴ്നാട്ടിൽ മന്ത്രിസഭയൊന്നുമില്ല, അവിടെ സെനറ്റ് ആണുള്ളത്. കൊള്ളാം, നല്ല പരിപാടി. ഏതോ ഇംഗ്ലീഷ് പടത്തിൽ ഇതൊക്കെ എടുത്തതാണ്. പക്ഷേ അത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നപ്പോഴേ നമ്മുടെ നാട്ടിലെ എല്ലാവരും ജഡ്ജിമാരായിട്ട് കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് വന്നിരിക്കുന്ന നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ മൊബൈൽ ഫോണിനെ വെറുത്തിട്ടുള്ള ഒരു അച്ഛൻ, മോനെ നീ മൊബൈൽ നോക്കരുത്, മൊബൈൽ വാങ്ങരുത് എന്നൊക്കെ പറഞ്ഞ് ഏതോ ഒരു നൂറ്റാണ്ടിൽ ഇങ്ങനെ കിടക്കുകയാണ്. മകൻ അച്ഛന് വാക്ക് കൊടുത്തിട്ടുണ്ട്, അച്ഛാ ഞാൻ മൊബൈൽ ഫോൺ ഉപയോഗിക്കില്ല, എൻ്റെ തല താഴ്ത്തില്ല എന്ന്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മൊബൈൽ ഫോൺ ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റാത്തൊരു പെണ്ണിനെ അവൻ കാണുകയാണ്. കണ്ട ഉടനെ ആ പെണ്ണ് അത്രയും കളർഫുള്ളായിട്ട് അങ്ങനെയാണ് സിനിമയിൽ അവതരിപ്പിക്കുന്നത്. കൃതി ഷെട്ടിയാണ് ആ ക്യാരക്ടർ ചെയ്തിട്ടുള്ളത്. കൃതി ഷെട്ടി ആണെങ്കിലും മറ്റ് ആർട്ടിസ്റ്റുകളാണെങ്കിലും, ഇപ്പോൾ കൃതിയുടെ ആണെങ്കിൽ അവരുടെ എക്സ്പ്രഷൻസ് ഒന്നും കാര്യമായി ഒപ്പിയെടുത്തിട്ടില്ലെങ്കിലും ആകൃതി ഒപ്പിയെടുക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ക്യാമറ വർക്ക് മുഴുവൻ പോയിട്ടുള്ളത്. പരമാവധി ആ ശരീരത്തിനെ സ്ക്രീനിലേക്ക് കൊണ്ടുവരിക, അതിനെ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുക എന്നുള്ളതാണ്. അത് ആകൃതിയുടെ കൃതിയുടെ മാത്രമല്ല എല്ലാവരുടെയും അങ്ങനെ തന്നെയാണ്, ആ ഒരു രീതിയിലാണ് അവർ പോർട്രേ ചെയ്തിരിക്കുന്നതെന്ന് എനിക്ക് തോന്നി. അതുപോലെ തന്നെ ഈ സ്ത്രീകളുടെ മുഖത്തേക്ക് നോക്കുന്നതിന് വരെ നെഞ്ചത്തോട്ട് നോക്കിയിട്ട് ഭയങ്കര ത്രിൽഡ് ആവുന്ന പുരുഷന്മാരെയൊക്കെ കാണിച്ചിട്ട്, ആക്ച്വലി പുരുഷന്മാരെയൊക്കെ കളിയാക്കുക. അതും 2040 കഴിഞ്ഞാലും ആണുങ്ങൾക്കൊന്നും ഒരു മാറ്റം ഉണ്ടാവില്ല, വെറുതെ സ്ത്രീകളുടെ നെഞ്ചത്തോട്ട് നോക്കി നടക്കുകയാണ്, അല്ലെങ്കിൽ അതിൽ മാത്രം വീണു പോകുന്നവരാണെന്നൊക്കെയുള്ള അങ്ങനത്തെ കുറേ സാധനങ്ങൾ സിനിമയിലുണ്ട്. ഈവൻ റോബോട്ടാണെന്ന് പറഞ്ഞ് അവതരിപ്പിക്കുന്ന സ്ത്രീയുടെ പോലും അവരുടെ നെഞ്ചിലേക്ക് 2-3 പ്രാവശ്യം ഇങ്ങനെ ക്യാമറ പോകുന്നു. എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എന്തായാലും നായികയെ കണ്ട് ഇവൻ്റെ കിളി പറന്നു പോകുന്നു. നായികയെ പ്രേമിക്കാൻ വേണ്ടിയിട്ട് ഇവൻ അച്ഛന് കൊടുത്ത വാക്ക് മറികടന്ന് ഇവരുടെ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ച് അവളുടെ പുറകെ നടക്കുന്നു. അവൾ പറ്റില്ല എന്ന് പറയുന്നു, പുറകെ നടക്കുന്നു, ഒത്തുവരുന്നു, എല്ലാം സെറ്റായി വരുന്നു, പക്ഷേ നടക്കുന്നില്ല. ഇതിൻ്റെ ഇടയിലാണ് ഈ മൾട്ടിനാഷണൽ കമ്പനി, ഈ ലൈക്ക് എന്ന് പറയുന്ന കമ്പനി, ഈ കമ്പനിയും ഇവനും തമ്മിലൊരു പോട്ടി വരുന്നു. വിട്ടുകൊടുക്കുന്നില്ല, തോപ്പിക്കാൻ നോക്കുന്നു, തോറ്റുകൊടുക്കുന്നില്ല, തോപ്പിക്കാൻ നോക്കുന്നു. അവസാനം എന്താ സംഭവിക്കാൻ പോകുന്നത് നമുക്കറിയാലോ. അതൊക്കെ തന്നെ സംഭവിക്കും. ഇതിനിടയ്ക്ക് ഗൗരി കിഷാനെ വെച്ചുകൊണ്ട് ഒരു പാരലൽ ലൈനൊക്കെ അവർ വലിക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു. ദാറ്റ് വാസ് ഓൾസോ നോ യൂസ്. പെർഫോമൻസ് പറയാനാണെങ്കിൽ കൃതി ഷെട്ടിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, പ്രദീപായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, ഗൗരിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇതിനകത്ത് നമ്മളെ കുറച്ചെങ്കിലുമൊക്കെ പിടിച്ചിരുത്തുന്ന ഒരു ഫാക്ടർ എസ് ജെ സൂര്യ ഫാക്ടറാണ്. പുള്ളി ഡയലോഗ് ഇങ്ങനെ കടിച്ച് പിടിച്ച് പറയുന്ന സമയത്ത്, പക്ഷേ പുള്ളി പറയുന്ന അതേ പേസിൽ കൃതിയെ കൊണ്ടൊരു ഡയലോഗൊക്കെ കൊടുപ്പിച്ചിട്ടുണ്ട്. പക്ഷേ കൃതിയുടെ ലിപ്പ് ഒരു വഴിക്ക് പോകുന്ന ഒരുപാട് കട്ട്സൊക്കെ വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. പക്ഷേ എസ് ജെ സൂര്യനെ വെക്കുമ്പോൾ ഒരൊറ്റ ഫ്രെയിമാണ്, പുള്ളി ഡയലോഗ് പട്ടപടപടപടാന്നങ്ങ് പറഞ്ഞു പോവാം. സിനിമയിൽ എനിക്ക് ഭയങ്കര ലാക്ക് ചെയ്യുന്നു തോന്നിയത് ഒരു ഇമോഷണൽ കണക്റ്റാണ്. ഇവന് പ്രേമം തോന്നുന്നു, എന്തെങ്കിലും ചെയ്യും, ഫ്രണ്ട്ഷിപ്പ് എന്തെങ്കിലും ചെയ്യും, ഇവന് നഷ്ടബോധം വരുന്നു, എന്തെങ്കിലും ചെയ്യും, നമുക്ക് പ്രണയം പൊട്ടി, അതുകൊണ്ട് നമുക്കൊരു പ്രണയം തകർന്ന പാട്ടിടാന്ന് പറഞ്ഞിട്ട് പാട്ടുകളൊക്കെ ചറപറ വരുന്നുണ്ട്. നമ്മുടെ അനിരുദ്ധിൻ്റെ തന്നെ പഴയ ട്രാക്കുകൾ അതിങ്ങനെ വീണ്ടും കേൾക്കുന്നതിന് എനിക്കൊന്നും തോന്നുന്നില്ല. ചുമ്മാ എന്തൊക്കെയോ കാണിച്ചു കൂട്ടി ഇങ്ങനെ പോകുന്നു. അതിൻ്റെ ഇടയിൽ വെറുതെ കുറേ പാട്ടൊക്കെ വരുന്നു, ഇവൻ എന്തോ ഹീറോയിസം കാണിക്കാൻ പോകുന്നു, ഫൈറ്റൊക്കെ വരുന്ന സമയത്തും നിങ്ങൾ എന്ത് പ്രൂവ് ചെയ്യാനാണ്, എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് ചോദിക്കാൻ തോന്നിപ്പോൾ. അതായത് ഒരു 25-30 കൊല്ലം മുമ്പത്തെ ഒരു കഥ എടുത്തുകൊണ്ട് വന്ന് 40 കൊല്ലം കഴിഞ്ഞ് ഇത് തന്നെ സംഭവിക്കും നമ്മളോട് പറയുമ്പോൾ നമുക്ക് തോന്നുന്ന എന്തുവാടേ ഇത് എന്ന് ചോദിക്കാൻ തോന്നുന്ന ആ ഫീൽ ഉണ്ടായിരുന്നു. പിന്നെ സിനിമയിൽ ഒരുപാട് മഹദ്വചനങ്ങളൊക്കെ ഉണ്ട്. അതിൽ വിഘ്നേഷ് ശിവൻ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു കാര്യം, ഈ സ്ത്രീകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ പറയുക, അത് ഇൻസെക്യൂരിറ്റിയാണ്. അതായത് എന്നെ വിട്ടവൻ പോകുമോ എന്ന് പറയുന്ന ചിന്തയാണ് ഈ സ്ത്രീകളെ ഏറ്റവും കൂടുതൽ ഇൻസെക്യൂർ ആക്കുന്നതെന്ന്. അത് വളരെ സൈക്കോളജിക്കലായിട്ടുള്ള ഒരു മൂവാണ്. ഈ സിനിമ കണ്ടിറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം കാര്യങ്ങളൊന്നും ഓർമ്മ നിൽക്കില്ല. കാര്യം തീരാറാവുന്ന സമയമാകുമ്പോഴേക്കും എങ്ങനെയെങ്കിലും തീർന്നാൽ മതി എന്നൊരു അവസ്ഥയിലെത്തുമ്പോഴേ ഇത്തരം ചില സെൻറ്റൻസുകൾ നമ്മൾ മറന്നു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആക്ടിവിസ്റ്റുകളാരും പ്രതികരിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. അവർ മറന്നു പോകുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, സ്ത്രീകളുടെ മെയിൻ പ്രശ്നം ഇൻസെക്യൂരിറ്റിയാണ്, വേറെ ഒന്നുമല്ല. അതുപോലെ വേറൊരു മഹദ്വചനമുണ്ട്. അതായത് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാ റിലേഷൻഷിപ്പുകളും കൊഴിഞ്ഞു പോകും, പക്ഷേ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരിക്കലും പിരിയില്ല. വാട്ട് എവർ ഹാപ്പൻസ് നെവർ ലീവ് എന്നുള്ളതാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കയ്യിലിരിപ്പ് കൊള്ളില്ലെങ്കിൽ ഫ്രണ്ട്സിനെ ഉപേക്ഷിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. റിലേഷൻഷിപ്പുകൾ പുതുതായി ഉണ്ടാവുകയും പല രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യും. അല്ലാതെ ഒരു ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആജീവനാന്തം കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരാളാണെന്ന് പറയുന്ന ആ ഫ്രണ്ട്ഷിപ്പ് മന്ദിരം, അതെനിക്ക് കോമഡി ആയിട്ട് തോന്നി. പിന്നെ സിനിമ തുടങ്ങി കുറച്ച് കഴിയുമ്പോഴേക്കും ഹാർട്ട് അതായത് ഈ പ്രേമം അളക്കാൻ വേണ്ടിയിട്ട് AI വെച്ചിട്ടൊരു ടെക്നിക്ക് ഉണ്ടാക്കുന്നു. അപ്പോൾ ആ ടെക്നിക്ക് പ്രകാരം ഇവർ തമ്മിൽ പ്രേമിക്കാൻ യോഗ്യതയില്ല. പക്ഷേ പ്രദീപ് രംഗനാഥൻ പറയുന്നു ആ ഹാർട്ടാണ് മെയിൻ, ആപ്പ് പറയുന്നതല്ല, ഹാർട്ട് പറയുന്നത് കേൾക്കണം, എൻ്റെ ഹാർട്ടിലാണ് പ്രേമം എന്ന് പറഞ്ഞിട്ട് ഇയാൾ ഇടയ്ക്കിടയ്ക്ക് ഈ ഹാർട്ടിൻ്റെ പരിപാടി പറയുകയാണ്. വിഘ്നേഷ് ഇതല്ല ചിന്തിക്കുന്നത്, ഇതാണ് ചിന്തിക്കുന്നത്. നിങ്ങൾ ആദ്യത്തെ ഒരു കാൽപ്പനിക ഒരു ഭാവത്തോടു കൂടിയിട്ട് നമുക്ക് എൻ്റെ ഹൃദയത്തിൽ പ്രേമം എന്ന് പറയാം. പക്ഷേ തുടക്കം മുതൽ അവസാനം വരെ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെയാണ് ചിന്തിക്കുന്നത്, എല്ലാം ഇവിടെയാണ്, ഹാർട്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കിടക്കുകയാണ്. അതെനിക്ക് ഒന്ന് തിരുത്താൻ തോന്നി. കാര്യം പണ്ട് ആരോ കവികളൊക്കെ ഉണ്ടാക്കി വെച്ചതാണ് കണ്ണേ കരളേ എൻ്റെ ഹൃദയമേ എന്നൊക്കെ പറയുന്നത്. ആക്ച്വലി ഈ തോട്ട് പ്രോസസ്സ് മുഴുവൻ നടക്കുന്നത് ഇവിടെയാണ്. ഇൻവെസ്റ്റേഴ്സൊക്കെ ഭയങ്കര രസമാണ്. AI വെച്ചുണ്ടാക്കിയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് ഇയാളുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ശരിക്കും ഇയാൾ ഏതോ ഒരു സ്വപ്നലോകത്ത് ജീവിക്കണം. അതായത് നമ്മുടെ എസ് ജെ സൂര്യയുടെ ക്യാരക്ടർ ഏതോ ഒരു സ്വപ്നലോകത്ത് ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അയാൾ ആലോചിച്ചുണ്ടാക്കിയ കഥയാണ് നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ അയാൾ കണ്ടൊരു ദുസ്വപ്നമാണ് നമ്മൾ ഈ കാണുന്ന സിനിമ എന്ന് നമുക്ക് തോന്നിപ്പോകും. പിന്നെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ലെന്ന് വെച്ചാൽ ഒരു സാധനം, അത് ഈ കുട്ടികളെ
എത്രയും പെട്ടെന്ന് സോഷ്യൽ മീഡിയയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കുട്ടികളെ സോഷ്യൽ മീഡിയയിൽ, അതായത് അവർക്ക് അവരുടെ കൺസെൻറ്റിനെ കുറിച്ച് സംസാരിക്കാനൊന്നും ഒരു പ്രായമായിട്ടില്ലാത്ത സമയത്ത് അവരെ സോഷ്യൽ മീഡിയയുടെ മുന്നിൽ കൊണ്ടുവന്ന് അവരെ അതിൽ ജീവിപ്പിക്കുമ്പോൾ അച്ഛനമ്മമാരില്ലാതാക്കുന്ന അവരുടെ ചൈൽഡ്ഹുഡ്, അതിനെ സിനിമ അഡ്രസ്സ് ചെയ്തിട്ടില്ല. പക്ഷേ ആ സീക്വൻസ് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയൊക്കെ പറയാമായിരുന്നു എന്ന് പറയുന്ന പോലത്തെ ഒരു ഫീല് തോന്നിയിട്ടുണ്ടായിരുന്നു. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മില്ലേനിയൽ സിനിമ, അതായത് 1980-കളിൽ ജനിച്ചിട്ടുള്ള അച്ഛനമ്മമാർ അല്ലെങ്കിൽ 70-കളിൽ ജനിച്ചിട്ടുള്ള അച്ഛനമ്മമാർക്ക് അവരുടെ 90-കൾക്കും അതിനിപ്പുറത്തൊക്കെ ജനിച്ചിട്ടുള്ള മക്കൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കാണുന്ന സമയത്തുണ്ടാകുന്നൊരു ടെൻഷനുണ്ട്. എപ്പോഴും മൊബൈൽ ഫോണാണ്, അയ്യോ എൻ്റെ കുഞ്ഞ് ഏത് വഴിക്കാണ് പോണേ, ഇപ്പോൾ ജനിച്ച് വീഴുന്ന കുട്ടിയുടെ കയ്യിൽ വരെ മൊബൈൽ ഫോൺ കിട്ടുന്നുണ്ട് എന്നുള്ളത് അവർ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിപ്പിക്കുന്നുണ്ട്. എന്നാൽ അവരുടെ മക്കൾ അല്ലെങ്കിൽ അവർ ഒരു പ്രായം തൊട്ടേ ടി വിയുടെ മുമ്പിൽ തന്നെയായിരുന്നു, ടി വിയിൽ അഡിക്റ്റഡ് ആയിട്ടിരിക്കുകയായിരുന്നു. എവിടെ പോയി കഴിഞ്ഞാലും തിരിച്ചു വന്ന് ടി വി കാണുക, അപ്പോൾ വിഡ്ഢിപ്പെട്ടിയുടെ മുന്നിലിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അന്ന് കുറേ സാധനമൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അടുത്ത തലമുറ മൊബൈൽ ഫോണിലേക്ക് മാറിയപ്പോൾ വിഡ്ഢിപ്പെട്ടിയുടെ മുമ്പിലിരുന്ന ആളുകൾ മൊബൈൽ ഫോണിനെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അടുത്ത ജനറേഷൻ അങ്ങനെ നിങ്ങൾ മൊബൈൽ ഫോൺ നോക്കിയിരുന്ന നിങ്ങളുടെ ജീവിതം തീർന്നു പോകും എന്നൊക്കെ പറയുന്ന കുറേ കാര്യമുണ്ട്. പക്ഷേ ഈ മൊബൈൽ ഫോൺ അഡിക്ഷനെതിരെ നമ്മൾ സംസാരിക്കേണ്ടതുണ്ട്. ഇവിടെ ഈ സിനിമ ചെയ്യുന്നത് മൊബൈൽ ഫോൺ നമ്മൾ എറിഞ്ഞ് പൊട്ടിക്കണം, എല്ലാ സാധനങ്ങളും വിട്ടിട്ട് നമ്മൾ നമ്മുടെ തായ്മൊഴിയിലേക്ക്, അതായത് ഇംഗ്ലീഷ് വാക്ക് പോലും ഉപയോഗിക്കാതെ അങ്ങനെ പോകുമ്പോഴാണ് നമ്മൾ മറ്റേ മനുഷ്യരായിട്ടൊക്കെ മാറുന്നത്, തലനിമിർന്ന് നടക്കണം എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ വളരെ കോമഡി ആയിട്ടുള്ള ഒരു സിനിമയാണ് കണ്ടത്. പക്ഷേ സിനിമയ്ക്കുള്ളിൽ കോമഡി ഇല്ലായിരുന്നു, എൻജോയ് ചെയ്യാനും എനിക്കൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. പ്രദീപ് രംഗനാഥൻ എത്രയും പെട്ടെന്നൊരു കംബാക്ക് നടത്തും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നമ്മൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക.